ഇന്നത്തെ വീഡിയോ ഒരു കോളേജ് ഐ വി വ്ളോഗാണ്. അപ്പം ഇന്നെന്ന് വെച്ചാൽ ഇന്ന് നൈറ്റാണ് പോകുന്നത്. ഇന്ന് ക്ലാസ്സിലാണ് ഇപ്പം ഞാൻ ക്ലാസ്സിലാണ്. ഇപ്പം ഏകദേശം ഒരു 2-3 മണി ആവാറായിട്ടുണ്ട്. ക്ലാസ്സിൽ ആരുമില്ല, ഞാൻ സൂര്യൻ മാത്രമേ ഉള്ളൂ. അപ്പം മിസ് നോട്ട് എഴുതാനായിട്ട് പറഞ്ഞുകൊണ്ട് സൂര്യ നോട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ സൂര്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ടൗൺ വരെ ഒന്ന് പോകണം, കുറച്ച് സാധനം മേടിക്കണം. എന്നിട്ട് ഹോസ്റ്റലിൽ വന്ന് കാപ്പി കൂടി കഴിഞ്ഞ് കുളിച്ചിട്ട് നൈറ്റ് 10:30 ആകുമ്പോഴാണ് നമ്മൾ കോളേജിൽ വരും. എന്നിട്ട് കോളേജിൽ നിന്നാണ് നമ്മൾ പോകാൻ പോണത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. അതുകൊണ്ട് ക്ലാസ്സിൽ മിക്കവരൊന്നും വന്നിട്ടില്ല, പിന്നെ ഉള്ളവരെല്ലാം ഉച്ചയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനും സൂര്യയും കൂടെ ഇവിടെ ഇരുന്നിട്ട് നോട്ട് എഴുതുകയാണ്. ഞാൻ എഴുതുന്നില്ല, സൂര്യ എഴുതുകയാണ്. അപ്പം സൂര്യൻ എന്നോട് പറഞ്ഞ വ്ളോഗ് എടുക്കുക, ക്ലാസ്സിൽ ആരും ഇല്ല, നോട്ട് എഴുതുക, ഐ വിയുടെ ഒരു സ്റ്റാർട്ടിങ് കൊടുക്കണമല്ലോ, ഒരു തുടക്കം വേണമല്ലോ, അങ്ങനെ എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എടുത്തതാണ്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഇരിക്കാം. ഇതുണ്ടാവും ഐ വി പോയി നല്ലൊരു വ്ളോഗ് എടുക്കണം തീരുമാനിച്ചിട്ട് വലിയ മെമ്പേഴ്സ് ഒക്കെ വന്നു. എനിക്കറിയാമായിരുന്നു ഐ വി പോകുമ്പോൾ എന്തായാലും വരുമെന്ന്, പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം നമ്മളെല്ലാവരും വീഡിയോയിലോട്ട് പോവാണ്. അപ്പം നമ്മളെല്ലാവരും ഇനി നല്ല കിടുവായിട്ട് ഞാൻ മാക്സിമം നല്ല അടിപൊളിയായിട്ട് ഈ വ്ളോഗ് എടുക്കാൻ ശ്രമിക്കും. എല്ലാവരും ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മിസ്സുമാരെയും പിള്ളേരെ എല്ലാവരെയും മാക്സിമം ഇതിനകത്ത് ഉള്ളടക്കിക്കൊണ്ട് നന്നായിട്ട് വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഹലോ, എന്താ ഐ വി പറ്റി പറ, ഉറക്കെ പറ. എക്സൈറ്റഡ് ആണ് ഗൈസ്. കുറേ ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയത്തില്ല. ഇത് നോട്ട് എഴുതി കഴിയാറേ 3 മണിയാകുമ്പോൾ പോകാൻ പറഞ്ഞു മിസ്. 3 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ടൗൺ വരെ ഒന്ന് പോകണം. അപ്പം പോയിട്ട് കാണാം. ഗൈസ് ഞങ്ങൾ എന്തെങ്കിലും കറുമുറ മേടിക്കാൻ തന്നു. ഗൈസ് ഞങ്ങൾക്കല്ല സൂര്യക്ക് ഒരു കൊറിയർ വന്നു. അവളെന്തോ ഹീലൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങളത് അൺബോക്സിങ് ചെയ്യാം. ചെയ്യൂ. കൊള്ളാം. അടുപ്പിച്ച് കാണിക്ക്. ഇത് ഞങ്ങൾക്ക് ആർക്കിടാൻ പറ്റില്ല, കുഞ്ഞിക്കാലാണ്. നല്ല രസമുണ്ട്. ഇട്ട് നോക്ക്. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം 9:30 ആയിട്ടുണ്ട്. അപ്പം 10 മണിക്കാവുമ്പോൾ സാറെ വിളിച്ചിരിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് പോയാൽ മതി. ഇത് ഓഫിന് ലൈറ്റ് കളറാണ്, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള കളറാണ്, ഇങ്ങനെ എടുത്ത രസം. നല്ല വെക്കൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ. അപ്പോഴത്തേക്കും നമ്മൾ ഒരേ കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി വരാൻ വെയിറ്റ് ചെയ്യാം. 10:30 ആയി, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടെ ഫുള്ളി ഇരുട്ടാണ്. ഹായ്. സോ വെളിയിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ റോട്ടിൽ കൂടെ നടക്കുകയാണ്, പക്ഷെ വെട്ടമില്ല. അതെ, സൈഡ് സീറ്റ് ഇട്ടാൽ ഞങ്ങൾ ഓടുകയാണ്. ഹായ്, ഇതേ ബസ് എടുത്തോ. എന്താണ് പറയാനുള്ളത്? എല്ലാവരും വന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി സാർ എല്ലാവരുടെയും അറ്റൻഡൻസ് എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും പേര് വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പ്രസൻസ് സാറെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും
ഒരു നിമിഷം മൗന പ്രാർത്ഥന. അടുത്തതായി ഡേൻസിയുടെ പ്രാർത്ഥന. ഹായ് ഗായ്സ്, ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി എല്ലാം വഴിയെ നമുക്കറിയാം എന്താവും. ഗായ്സ് ഇവിടെ ജനൽ നിനക്ക് എന്താണ് ജനൽ തുറന്നിട്ടപ്പോ നല്ല രസമുണ്ട്, നല്ല കാറ്റ്. മൈക്ക് പാട്ടോടാ. പിന്നെ ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോൾ നല്ല ഡാൻസൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടുത്തു. എല്ലാവരും കിടന്നുറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. ഞങ്ങളിവിടെ വാസ്കോഡ് ഗാമ ഇറങ്ങിയ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇത്ര രാവിലെ ബീച്ചിൽ വന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്താ സംഭവം ഒന്ന് നോക്കാം. എല്ലാവരും നടക്കുന്നുണ്ട്, നമ്മൾ അതിൻ്റെ പുറകെ നടക്കുകയാണ്. ഇത് എല്ലാവരും ഉണ്ട് ഗൈസ്. ഉറക്കപ്പിച്ചെന്ന് പറഞ്ഞാൽ നല്ല ഉറക്കത്തിൽ നേരെ എണീറ്റ് നടക്കുമായിരുന്നു. എല്ലാവരും ഇതുവഴി നടക്കണ്ടേ. ഇതാണ് വാസ്കോഡ് ഗാമ വന്നിറങ്ങിയ സ്ഥലം. ഇവിടെ നമ്മൾ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. വാസ്കോഡ് ഗാമ വന്നിറങ്ങിയതിൻ്റെ ആ ഒരു സംഭവമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യമായിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. മിസ് നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടി പോകുന്ന സൗണ്ടുകളായതുകൊണ്ട് അതിനകത്ത് ശരിക്കും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ കണ്ട് അതിനെപ്പറ്റി മിസ് പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ട്രെയിൻ കണ്ട് കേസ് ഞാൻ കാണിച്ചു തരാം. നേരം വെളുത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. മറ്റേ വാസ്കോഡ് ഗാമ വന്നിറങ്ങിയ സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ രാവിലെയാണ് പോയത്. അത് നൈറ്റല്ല, രാവിലെയാണ്. നമുക്ക് തികച്ചും ഈ ഒരു ഡേ ഉള്ളു കറങ്ങാനും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ രാവിലെ ആണെങ്കിൽ അത് പോയി കാണേണ്ടതാണ്. പിന്നെ കാണാൻ ഒരു ചാൻസ് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹലോ ഗൈസ്, നമ്മൾ കോഴിക്കോടൊക്കെ അപ്പോൾ നമ്മൾ കുറേ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, എന്തോ ഇതിൽ മറ്റേ സെൻറ്റ് സേവിയേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ്. ഐ തിങ്ക് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ആ കോളേജിലെ ഹോസ്റ്റലിലാണ് പോയത്. നമുക്ക് ഫ്രഷ് ആവാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തലേ ദിവസം 10 മണിക്ക് ഇറങ്ങിയതാണ് നൈറ്റ്. അപ്പോഴത്തേക്കും എല്ലാവർക്കും ഫ്രഷ് ആവാനും ഡ്രസ്സപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. സാറിൻ്റെ അപ്പുറത്ത് വീഡിയോ എടുത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തി ഡ്രസ്സൊക്കെ മാറണം. ഗൈസ്, നമ്മളങ്ങനെ കോഴിക്കോടെത്തി. നമ്മൾ അപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു കോളേജിൽ നിൽക്കുകയാണ്. അപ്പം ഇവിടെ ഫ്രഷ് ആവാനായിട്ട് എല്ലാവർക്കും കൂടെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കോളേജിൽ വന്നതാണ്. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞാൻ ജോലിയോടെ നിൽക്കുകയാണ്. എല്ലാവരും ഒരുക്കലും വർക്കലൊക്കെയാണ്. അപ്പോഴത്തേക്കിനും നമുക്ക് നോക്കാം ഇങ്ങനെയാവും. എനിക്ക് ഒരു പ്ലാനിങ്ങും ഇല്ല. ലൈക്ക് ഇങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം ഇങ്ങനെ പറയണമെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ല. എനിക്ക് എല്ലാവരും എന്നോട് അങ്ങനെ പറയാറുണ്ട് പ്ലാൻ ചെയ്ത് വീഡിയോ എടുക്കണം. പക്ഷേ എനിക്കങ്ങനെ അറിഞ്ഞൂടെ. ഞാൻ പ്ലാൻ ചെയ്താൽ അങ്ങനെയൊന്നും നടക്കത്തില്ല. അപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു ആ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്ന് വിചാരിച്ചു. ആ ഫ്ലോയ്ക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. അപ്പം ഞാനും ജോലി ഇവിടെ വെറുതെ അവളിതേ ഉറങ്ങുന്നു. നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ശരിക്കും ഉറക്കം ശരിയായില്ല. ഹായ് കാണിക്കുക രണ്ടുപേരും. ഹായ്, ഗുഡ് മോർണിംഗ്. നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസം ഉണ്ടായിരുന്നു. ഗൈസ്, ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. എന്താ ഫുഡെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പവും മുട്ടക്കറിയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഹായ് ഗൈസ്, ഹൗസ് മൈ ഔട്ട്ഫിറ്റ്. എൻ്റെ ഔട്ട്ഫിറ്റ്സ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ കമൻറ്റ് ചെയ്യാം.
ഈ സംഭവം മുട്ടക്കറിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഹേ ചൂര് കഴിക്കുന്നത് കാണട്ടെ. രാജിമോൾ ടീ ചായ കുടിക്കുന്നു. ചൂട് ചായയുമുണ്ട്. ഹായ് ഗൈസ്, നമ്മളിപ്പം പുറത്തോട്ട് പോകാൻ പോവുകയാണ്. എവിടെ പോകുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം എവിടെയാണ് പോകുന്നത്. ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചു. നല്ല ചൂട് വേർത്ത് പൊളിച്ചു. നമ്മളിങ്ങനെ ചുമ്മാ കോഴിക്കോടോട് നടക്കുകയാണ്. ആളുകൾ പോകുമ്പോൾ എന്നെ നോക്കുന്നു ഞാൻ എന്തോ എടുക്കുന്നേ. രാജേശ്വരിയും പുറകിലുണ്ട്. ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മളിങ്ങോട്ട് നടക്കുകയാണ്. നല്ല രസമുണ്ട് ഇത് നടക്കാൻ. കുറച്ച് നേരം നല്ല ക്ലീനായിട്ട് നീറ്റായിട്ടാണ് കിടക്കുന്നത്. രണ്ട് സൈഡിലും ഇങ്ങനെ കുറേ ചന്ത അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഫസ്റ്റ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സാധ്യാരകം തറവാട്. തറവാട് നമുക്കിപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഓപ്പണായി കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് മുച്ചുന്തിപ്പള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പള്ളി ആരും കണ്ടിട്ടുണ്ടോ? ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും. മുച്ചുന്തിപ്പള്ളിയാണ്. അപ്പോൾ ഇതിലൊരു ബാക്കിൽ ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ ചേരമാൻ പെരുമാൾ അറിയില്ലേ? അപ്പോൾ ലാസ്റ്റ് ചേരമാൻ പെരുമാൾ മക്കയ്ക്ക് മുഹമ്മദ് നബിനെ കാണാൻ വേണ്ടി പോകും. ആ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ സ്വത്തുക്കളും അദ്ദേഹം സെപ്പറേറ്റ് അയാൾക്ക് കീഴിലുള്ള മന്ത്രിമാർക്ക് സാമന്തന്മാർക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും വീതിച്ചു കൊടുത്തപ്പം ലാസ്റ്റ് വന്ന് കൊണ്ടോട്ടി സാമന്തന്മാർ ഞങ്ങളുടെ നാട്ടിൽ സാമന്തന്മാർ ലേറ്റായിട്ട് വന്നു. അങ്ങനെ ലാസ്റ്റ് വന്ന ആളായതുകൊണ്ട് ഞങ്ങൾക്കൊന്നൊരു ചോദിച്ചപ്പം ഈ ചേരമാൻ പെരുമാൾ അദ്ദേഹത്തിന് വാളെടുത്ത് കൊടുത്താണ്ട് പറഞ്ഞു, ഈ വാള് നിങ്ങൾക്കാണ്, നിങ്ങളിത് വാളുപയോഗിച്ച് കൊന്നും കീഴടക്കും, സ്ഥലങ്ങൾ ഓരോന്നും പിടിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ അന്ന് ബേപ്പൂരിലെ സാമന്തന്മാരെ സഹായത്തോടു കൂടി കൊണ്ടോട്ടി സാമന്തന്മാർ ഇവിടെ വന്ന് ഈ കോഴിക്കോടിനെ ഈ ഇടയ്ക്കാണ് ബിസിനസ് വർദ്ധിക്കുന്നത്. അങ്ങനെ ബിസിനസ് വർദ്ധിപ്പിച്ചപ്പോൾ പുറം രാജ്യക്കാർ, ഫോറിനേഴ്സ്, അറേബ്യ, ചൈന പോലുള്ള രാജ്യക്കാരൊക്കെ ഇവിടെ കച്ചവടത്തിന് വന്നു. അങ്ങനെ അറേബ്യക്കാർ വന്നപ്പം അവർ കേരളത്തിലുണ്ടാക്കിയ കോഴിക്കോടുണ്ടാക്കിയ ആദ്യത്തെ പള്ളിയാണ് ഈ കാണുന്ന മുസ്ലിം പള്ളി. ഇതാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞ സ്ഥലം. ഇത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗൈസ്, ബോയ്സിന് മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ. സോ ഞങ്ങളെ കയറ്റിയിൽ അവർ പോയിട്ട് വന്നു. ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ശ്രീ ഡിഫ്രി തന്നെ എന്ന് പറയുന്നത് ഒരു യമനിൽ വന്ന സമയത്ത് രാജാവ് ഞങ്ങളാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 3 പാർട്ടായിട്ടാണ്. ഇത് ഞങ്ങളുടെ റെസിഡൻഷ്യൽ ബ്ലോക്കാണ്. അത് പടിപ്പുര എന്ന് പറയും. പടിപ്പുര അങ്ങനെ എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട്. പടിപ്പുര മാളികയുള്ള പടിപ്പുരയാണ്. പടിപ്പുര മാളിക എന്ന് പറയുമ്പോൾ ഞങ്ങൾ അറബ്സാണ്. ഞങ്ങൾ പുറത്തുനിന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമാണ് മുകളിലുണ്ട്. പഠിപ്പുര മാളിക അതിനെ ഉപയോഗിക്കുന്നത്. വീട്ടിലേക്ക് എൻട്രൻസ് പഠിപ്പുരയാണ്. വീടിൻ്റെ വഴി കാറ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ 3ാമത്തെ പോർഷൻ വീടിൻ്റെ പുറത്ത് ഒരു പള്ളിയാണ്. ഞങ്ങളുടെ ഒപ്പത്തെ വീടിൻ്റെ ഉള്ളിൽ തന്നെ അത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പള്ളിയാണ്. ഞങ്ങൾ ഗ്രാൻഡ് ഫാദേഴ്സിനെ വെച്ച് അവരെ മക്കളൊക്കെ അവിടെ അവർ ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡ്. ഒരുപാട് വർഷം പഴക്കമുള്ള വീടുകളൊക്കെയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ കിണറൊക്കെ വ്യത്യസ്തമാണ്. ഇത് കണ്ടോ, ഇത് ഭയങ്കര അവിടുത്തെ മഴവെള്ള സംഭരണമാണ്. മേളിൽ അവിടെ ഒരു ചെറിയൊരു ഹോൾ പോലെ സംഭവമുണ്ട്. അത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഗായ്സ്, ഇടവഴികളിൽ കൂടി ഞങ്ങൾ കടക്കുകയാണ്. ഗൈസ്, ടൈം ട്രാവൽ ചെയ്ത് വന്നവരുണ്ട്. വളരെ
വളരെ ശാന്തമായ ഒരു വീട്. നല്ല രസമുണ്ട് അവിടെ സംസാരിക്കുമ്പോൾ. പതുക്കെ സംസാരിക്കും. നല്ല വളരെ ശാന്തമായ വീട്. ഹലോ, പേരെന്നാ? പേരെന്നാ? പേര് പറഞ്ഞേ. പേര് എത്രയിൽ പഠിക്കുന്നേ? അച്ഛാ LKG-യിലാണോ? ടാറ്റാ ടാറ്റാ. ഇവിടെ ഒരു പള്ളി നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ബോയ്സിന് മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ. അപ്പോൾ ഇത് അജയ് എടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ. അജയ് എല്ലാം ഓടി നടന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഫോണിലാണ് ഞാൻ ഈ ഫുൾ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് നല്ല ക്ലാരിറ്റി, നല്ല രസമുള്ളത്. അപ്പം അവൻ പറയാറുണ്ട് എല്ലാം എടുക്കുക, എല്ലാ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ കയറാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ അവൻ എടുക്കുമായിരുന്നു. എന്തായാലും കൊള്ളാം, അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രസമുണ്ട് ഗായ്സ്. അവരിവിടുത്തെ ഹിസ്റ്ററിയൊക്കെ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ ദൂരെ നിന്നിട്ടാണെങ്കിൽ സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങൾക്ക് അവിടുത്തെ സ്ഥലങ്ങളെ കാണിക്കാൻ, ആ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തരാനും ഒക്കെ വേണ്ടിയിട്ട് കൂടെ നിന്നൊരു ഗൈഡാണ്. ഗൈഡ് മീൻസ് ഞങ്ങളുടെ ഒരു ഡിഗ്രി സീനിയേഴ്സിൻ്റെ ഒക്കെ പ്രായം തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. സോ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല ചില സ്ഥലങ്ങളൊക്കെ നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത്. നല്ല കാണാൻ തന്നെ നമുക്കൊരു സുഖമാണ് കേട്ടോ. ഹായ് ഹായ് ഹായ്. രഞ്ജിനിക്ക് എപ്പോഴും നട്ടുച്ചയായപ്പോഴേ നമ്മളൊരു വലിയ അവിടെ പള്ളിയുണ്ട്, അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. ചിലർ അവിടെ അങ്ങനെ, ചിലർ ഇങ്ങനെ, ഇതുപോലെ വാഴകളെ പോലെ. ഇതിനെന്താ സ്തംഭോ? ലിബർട്ടി. പിന്നെ ഗുദാം എന്ന് പറഞ്ഞിട്ടുള്ളവർ അങ്ങനെ തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളൊരു കഫേയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കോഫി സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് കുറേ ആൻറ്റിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. നല്ല വിൻറ്റേജ് ലുക്കായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നല്ലൊരു കൂൾ വൈബായിരുന്നു അവിടെ നിൽക്കാൻ. എനിക്ക് പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു. ഇതിൻ്റെ മണ്ടയ്ക്ക് എനിക്ക് കുറച്ച് ഡെക്കറൊക്കെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മേലോട്ട് പോകണം. അവിടെ ഫോട്ടോയും വീഡിയോ ഒന്നും അലൗഡ് അല്ല. അതിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കണം. പക്ഷേ ഇത് ഞങ്ങൾക്ക് എങ്ങനെ പറയണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞങ്ങളോട് എടുത്തോളം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എല്ലാം മറ്റു ഊഞ്ഞാലും ഒക്കെ സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറേ നേരം. പിന്നെ എല്ലാവരും അവിടെ എല്ലാം നോക്കി നടന്ന് ചെയ്യായിരുന്നു. എല്ലാവരും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് വന്നു. ബിരിയാണി ആയിരുന്നു ഉച്ചക്കത്തെ ലഞ്ച്. അപ്പം നമുക്ക് അത് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴത്തേന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടൽ കണ്ടു. ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. ആ വീഡിയോയിൽ ശരിക്കും എൻ്റെ ഷോക്കുണ്ട്. അത് കേട്ടാൽ നിങ്ങൾ എന്നെ ട്രോൾ, അതുകൊണ്ട് ഞാനത് ഓൺ വോയിസ് കൊടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ ഒരു മ്യൂസിയം പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പുറത്ത് പാർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഊഞ്ഞാലും സംഭവങ്ങളൊക്കെ. അതെല്ലാം ഞങ്ങൾ മ്യൂസിയം കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സാധനം ഇതിൻ്റെ അടിയിലാണ് ഈ കലം കുഴിച്ചിട്ടുള്ളത്. അല്ലാതെ അപ്പം ഇങ്ങനെയൊരു സാധനം കണ്ടാൽ
അതുപോലത്തെ വലിയ കലങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട്. മാതൃകയാണ്. ആ കണ്ട പല കലകളിലും അതാണ് ഇത്. എന്നിട്ട് ഈ എഡ്ജിലേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് കളയും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇവിടെ ഉണ്ടാവും. അയ്യോ കുഞ്ഞു കൊച്ച് പിന്നെ കഴിച്ച് നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിന് അതെന്തെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അവിടെ ഒരു നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എന്തായാലും അത് അവിടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന 2 ചെക്കന്മാർ വേണ്ടിയിട്ട് ഭയങ്കര ഷോയായിരുന്നു. എന്നിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവർ രണ്ടുപേരും ഇടുന്നത് രണ്ടും അതിനകത്ത് വീഴുന്നുണ്ടായിരുന്നില്ല. പാവങ്ങൾ അവരുടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് മാറ്റി. പിന്നെ അവർ കളിക്കുന്നുണ്ടായിരുന്നു. ആ ഫോക്കസ് വന്നിട്ട് നല്ല രസമുണ്ട്. മുട്ടായി തരും ഇതാണ് ഗായ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരിടത്ത് നിൽക്കാൻ പറ്റാത്ത എടീ ഇപ്പൊ കൂട്ടം തെറ്റി പോയി കഴിഞ്ഞു ഗായ്സ്. കൂട്ടം തെറ്റി പോവില്ലെന്ന് പറഞ്ഞ ഗായ്സ്. ഇവരിവിടെ കമ്മലൊക്കെ നോക്കുകയാണ്. ഇതൊക്കെ എത്ര? 150. ഇതൊന്നും എടുത്തേ. വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കണം. ആ ക്യൂട്ട്. എനിക്ക് ഇതൊക്കെ കൊള്ളാം. എല്ലാം നല്ല രസമുണ്ട്. ഇതെടുത്ത് അത് നോക്കുന്നുണ്ട്. ഗൈസ് സേബുവിന് ടീഷർട്ട് നോക്കട്ടെ കേട്ടോ ഗൈസ്. സേബുവിന് ഇങ്ങനത്തെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം സ്പൈഡർമാൻ എഴുതല്ലേ. ഇപ്പോഴത്തെ മക്കളെ കൊണ്ടുവന്ന ട്രെൻഡുള്ള ബനിയനാണ്. ഇത് വേണോ? ഇതെടുത്തേ. അത് 250. ഒരിക്കൽ ഫോൺ കവർ നോക്കാൻ നമ്മളോട് കേട്ടിട്ടുണ്ടെങ്കിൽ ഫോൺ കവറുടെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇവിടെ ഫുൾ വെറൈറ്റീസ്. എനിക്കിഷ്ടമായി. ഗായ്സ് നമ്മൾ ബീച്ചിലോട്ട് പോവാം. ആകെ മെനകെട്ട് ഇല്ലാണ്ടായിപ്പോയി കാണാൻ. വെയിലടിച്ച് ഒരുമാതിരി കോലം കെട്ടുപോയി. ഞങ്ങൾ ബീച്ചിൽ വന്നിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം. ഗായ്സ് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗായ്സ് ഇത്രയും നല്ല ബീച്ച് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. നല്ല രസമുണ്ട് കാണാൻ. അങ്ങോട്ട് പോയിട്ട് ഞാൻ ബീച്ച് വിശദമായിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാൻ പോയി. നോക്ക് കുഞ്ഞു വരുന്നതിന് കാല് നനയ്ക്കാണ്ടിരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. 3 സ്റ്റാർ. വ്യൂ വരുന്നുണ്ടോ? അത്
നനഞ്ഞു, ഇവിടെ വരെ നനഞ്ഞു. ഇവിടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടു. ഞങ്ങൾ പിസ്ത ഐസ്ക്രീം വാങ്ങിച്ചു. പിന്നെ നമ്മളവിടെ നേരെ കോഴിക്കോടിലെ ഹൈലൈറ്റ് മോളിലേക്കാണ് നമ്മൾ പോയത്. ഇവിടെ എത്തുന്നതിന് കുറച്ച് മുമ്പ് എൻ്റെ ഫോൺ ചത്തുപോയി. അപ്പോൾ പിന്നെ ഞാൻ പവർ ബാങ്കിൽ വണ്ടിയിൽ തന്നെ ഫോൺ കുത്തിയിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ലുലുമാൾ പോയിട്ട് ഹൈലൈറ്റ് മോളിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിനകത്തുനിന്നാണ് ഞാൻ വീഡിയോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തത്. മാക്സിമം ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അവിടുത്തെ കുറേ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. ഇതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൻ്റെ ഫോൺ അവൾ കുറച്ച് ഇങ്ങനത്തെ വേണ്ടി നിന്ന് ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കും ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ. അപ്പം ഞാൻ അവളുടെ സൂര്യയുടെ ഫോണിലാണെങ്കിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അവളുടെ ഫോണിൽ എടുക്കാതിരുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയി തീരാറായപ്പം എല്ലാവരുടെ ഫണ്ടിൽ നിന്ന് 300 രൂപ വെച്ച് കൊടുത്തു. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കഴിച്ചോളം പറഞ്ഞു. അങ്ങനെ 10:45 എൻ്റെ ഫ്രണ്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പല വഴിക്കായിട്ടോ. പിന്നെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പുതിയതായിട്ട് ഇത് എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാൻ പാനിപ്പൂരി കണ്ടത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് തൊട്ട് എനിക്ക് എവിടെ നിന്നും പാനിപ്പൂരി കഴിക്കണം. പക്ഷെ എനിക്ക് എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചില സ്ട്രീറ്റ്സിലൊക്കെ കാണുമല്ലോ, പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കാൻ മടി. പിന്നെ ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. 100 രൂപ അങ്ങനെയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 6 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് 7 എണ്ണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൽ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. അതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തു. എന്തൊന്നും എനിക്കറിയില്ല. അതിന് മിക്സർ പോലത്തെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ട്രൈ ചെയ്യാൻ പോകുന്നതിൻ്റെ വളരെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ആ സംഭവം കിട്ടി. എന്നിട്ട് നമുക്കവിടെ കഴിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം കാണാൻ നല്ല എസ്തെറ്റിക് ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത്രയും വലിയ മുതുക്ക് കസേരയുടെ മണ്ടയ്ക്ക് ഞങ്ങൾ കയറിയിരുന്നു. അപ്പോഴത്തേക്കിനും അലോഷി വന്നപ്പോൾ അവന് നമ്മൾ ട്രൈ ചെയ്യാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ ഇതിൽ മുക്കിയില്ല? രണ്ടിലും മുക്കണം. കൈക്ക് മൊത്തം മഴ പിന്നെ നമ്മൾ നടന്നു. പിന്നെ മസാല ദോശ കഴിച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ചുമ്മാ അതുവഴി നടന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഇത് ആദ്യമേ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ശ്രീജിത്തിനെ കണ്ടത്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ പലരും ഞാൻ ഐവി കോഴിക്കോടാണ് പോകുന്നത് പറഞ്ഞപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്താണ് കാണാനിരിക്കുന്നത്, അതിന് മാത്രം അവിടെ എന്താ ഉള്ളതെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നുള്ളത്. അപ്പം എവിടെ പോകുന്നുള്ളതല്ല കാര്യം, ആ പോകുന്ന സ്ഥലത്ത് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കുന്നു, നമ്മൾ എങ്ങനെയൊക്കെ അത് അവിടെ എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളതാണ് കാര്യം. അപ്പം നമ്മൾ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തിരിച്ച് പോവുകയാണ്.